മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. പിന്നീടത് ഒരു ശീലമാകും. ബഹുമാനം ഇല്ലാത്തിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഭക്തരെ, ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിനു ശേഷം എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണങ്ങാനുള്ള മരുന്നാകില്ല. ജീവിക്കാനുള്ള പരക്കം പാച്ചിലിനിടയിൽ ഒന്ന് തളർന്നിരുന്നാൽ മനസ്സിലാകും നിങ്ങളെ സ്നേഹിച്ചവർ ആരാണെന്നും സ്നേഹം നടിച്ചവർ ആരാണെന്നും. ഭക്തരെ, സ്വയം തീരുമാനം എടുക്കുന്നത് സ്വാതന്ത്ര്യം. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് ശരിയാണോ എന്ന് കൂടി ആലോചിക്കുന്നതാണ് പക്വത. സ്ഥാനമില്ലാത്തിടത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത്. സ്ഥാനമുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തിടത്തും അഭിമാനത്തോടെ നിൽക്കാം. നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കരുത്. സ്നേഹം സത്യമാണ്, ചില സമയങ്ങളിൽ പൊള്ളുമെന്ന് മാത്രം. ഭക്തരെ, ചിലർ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് വേണ്ടി പ്രതികരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. ഭക്തരെ, ആളുകൾ ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടരാകില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കരുത്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ഫലം താനേ വന്നുകൊള്ളും. ഭക്തരെ, മറന്നുകളയുക. തനിച്ചാക്കിയ ഇടങ്ങളെയും മരണത്തോളം വേദന നൽകിയ മനുഷ്യരെയും. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഭക്തരെ, പണമുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ ആരും തന്നെ അത്ര പെട്ടെന്ന് പുറത്തറിയില്ല. പക്ഷേ പണമില്ലാത്തവൻ്റെ കണ്ണീര് പോലും പരസ്യമാകും. അവർ പോലും അറിയാത്ത പ്രശ്നങ്ങളായിരിക്കും പുറത്തറിയുന്നത്. ഭക്തരെ, ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ്. ഭക്തരെ, എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ ചിന്തകളാണ്. ഭക്തരെ, ഒരാളെ ഓർത്ത് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെ നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ട്. ഭക്തരെ, പല മനുഷ്യരും സ്വയം ജീവിതം വെറുക്കുന്നത് അവർ ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുന്നിൽ അവർ ആരുമല്ല എന്നറിയുമ്പോഴാണ്. ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. ഭക്തരെ, ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നത് ഒരിക്കലും മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ അന്ധനും ചിലപ്പോൾ ബധിരനും ചിലപ്പോൾ മൂകനും ആകേണ്ടി വരും. ഭക്തരെ, ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നോക്കിയാലാണ് ജീവിതം പ്രയാസകരമായി മാറുന്നത്. ഭക്തരെ, മറന്നുകളയേണ്ട ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കാം എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.